ഒരു പവർഫുൾ വർക്കൗട്ട്. ഇറ്റ് വർക്ക്സ് ലൈക്ക് ടേക്കിംഗ് സ്റ്റിറോയിഡ്സ്. വേറെ ഒരു വർക്കൗട്ടിനും തരാൻ പറ്റാത്ത അത്ര ബെനിഫിറ്റ്സ് തരുന്ന ഒരു വർക്കൗട്ട്. ഇറ്റ് ബിൽഡ്സ് മസിൽ, ഷ്രെഡ്സ് ഫാറ്റ്, എക്സ്റ്റെൻഡ്സ് യുവർ ലൈഫ് സ്പാൻ, ബൂസ്റ്റ് സ്റ്റാമിന, എലവേറ്റ് യുവർ മൂഡ്, ഈവൻ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസ് ഒരു അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തു. Can you guess what it is? Okay, so would you like to know the exercise that can boost human growth hormone by 771%? Sprinting. അതെ, sprinting is one of the best high intensity interval training exercises. നമ്മൾ നോർമൽ ചെയ്യുന്ന HIIT വർക്കൗട്ട്സ് സ്റ്റിൽ ഹൈലി എഫക്റ്റീവ്, പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി റിയലി കുറച്ച് ടൈം കൊണ്ട്, ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് അതിനെക്കാട്ടും ബെനിഫിറ്റ്സ് തരാൻ പറ്റുന്നൊരു സംഭവമാണ് സ്പ്രിൻറ്റിങ്. ഞാൻ സ്പ്രിൻറ്റിങ്ങൾക്ക് വന്നൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഇറ്റ് ഈസ് 2024 ആ ജനുവരി ഫെബ്രുവരി ടൈമിൽ, ഐ തിങ്ക് ഇറ്റ്സ് ഫെബ്രുവരി, ഒരു മാരത്തോൺ വന്നിരുന്നു, സിൽമണി മാരത്തോൺ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത്. അപ്പം ഞാൻ ആ ഒരു പോസ്റ്റർ കണ്ടു, അതിന് നേരെ ജോയിൻ ചെയ്തു. ഒന്നും നോക്കിയില്ല, എനിക്ക് അതിന് മുമ്പ് റണ്ണിങ് എക്സ്പീരിയൻസ് ഇല്ല, ഒരു ട്രെയിനിങ്ങും ഇല്ല, ലോങ് ഡിസ്റ്റൻസ് ഓടിയാണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല റണ്ണിങ്ങിൻ്റെ. ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ജോഗ് ചെയ്യാൻ പോയിക്കണമെന്നല്ലാതെ, കൂടിയത് ആണെങ്കിൽ ഹാഫ് മാരത്തോണാണ്, 21 കിലോമീറ്ററിനാണ്. അതായിരുന്നു അതിലുണ്ടായിരുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഇവൻറ്റ്. ബ്രോ, ഇറ്റ് വാസ് ഇൻസെയിൻ. അതിന് പോയപ്പോഴാണ് ആ ഒരു മോർണിങ്ങിലുള്ള പുറത്തു കൂടെയുള്ള വർക്കൗട്ടിൻ്റെ ഒരു പവർ മനസ്സിലായത്, റണ്ണിങ്ങിൻ്റെ പവർ മനസ്സിലായത്. പക്ഷെ നോക്കണം, അത് ലോങ് ഡിസ്റ്റൻസ് ആണ്, അത് എൻഡുറൻസ് വർക്കൗട്ടാണ്. ബട്ട് ഈവൻ ദോ സംഭവം നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് പെയിൻഫുൾ. റണ്ണിങ് എന്ന് പറയുന്നത്, ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫിസിക്കലി മാത്രം വരാൻ പറ്റില്ല, അതൊരു മെൻ്റൽ ഗെയിമാണ്. മെൻ്റലി പവർ ഉള്ളവർക്ക് മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുടർന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ അവിടെ ഗിവ് അപ്പ് ചെയ്യും. അപ്പോൾ അത്രയും മെൻ്റൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ മെൻ്റൽ ടഫ്നെസ്സും ആണ് അത് ചെയ്യാൻ. നമ്മൾ ഡേവിഡ് ഗോഗിൻസ് ഒക്കെ ചെയ്യുന്നുണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ആ 21 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. നടന്നു ഓടി ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും കണ്ണൊക്കെ കാണാതെ അയക്കണേ, ഫുള്ള് ബ്ലറാവാൻ തുടങ്ങി. കാരണം അത്രയും ലോങ് നമ്മൾ ഇതുവരെ ഓടിയിട്ടില്ല. കണ്ടിന്യൂസ്ലി ഹവേഴ്സ് ഓടല്ലേ, 2 മണിക്കൂർ. നോർമലി എലൈറ്റ് ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു 1 സംതിങ്ങിലൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്കൊരു 3 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും. ബട്ട് ഈവൻ ദോ ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ രാവിലെ പുറത്തേക്ക് ട്രെയിൻ ചെയ്യാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ വേറെ മാരത്തോണിൽ പോയിട്ട് പരിചയപ്പെട്ട ആൾക്കാരൊപ്പം ഗ്രൗണ്ടിൽ പോയി കണ്ട് ചെറിയ രീതിയിൽ, വലിയ പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്, ഐ വാസ് ട്രൈങ് ടു ബിൽഡ് മസിൽ അറ്റ് ദ സെയിം ടൈം. നല്ല അടിപൊളി ബോഡി, അത്ലറ്റിക് ബോഡി വേണം എന്നുള്ളൊരു ഗോളും ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ എന്താണ്, എൻഡുറൻസ് കൂടണം, സ്പീഡ് കൂടണം, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആവണം എന്നുള്ളൊരു ഗോളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് രണ്ട് ഏകദേശം ഓപ്പോസിറ്റ് പോലെയാണ്. അതായത് നിങ്ങൾ എലൈറ്റ് ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓലൊക്കെ എന്താ പറയുക, തീരെ ബോഡി മാസ് കുറവായിരിക്കും. അത്രയും ലോങ് നമുക്ക് സ്പീഡിൽ പോകണ്ടേ. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം വെയിറ്റ് കൂടുന്നു അത്രത്തോളം നമുക്കൊരു ബേർഡനാണ്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഹൈബ്രിഡ് അത്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, പക്ഷെ അതുപോലൊന്നും എലൈറ്റ് അല്ല. ഓല് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്, ലോങ് ഓടുന്നുണ്ട്, പക്ഷെ നോക്കുമ്പോൾ ഒരു ബോഡി, അടിപൊളി ബോഡി എന്ന് പറയുമ്പോൾ എലൈറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ ഡിസ്റ്റൻസ് ഓട്ടം നോക്കുമ്പോൾ അതും ചിലപ്പോൾ അടിപൊളി സ്പീഡിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അത് രണ്ടിലും മിക്സായി കളിച്ചിട്ടുണ്ടല്ലോ. ഇത് അതല്ല ഉദ്ദേശിച്ചത്. ഈ ലോങ് ഡിസ്റ്റൻസിൽ എലൈറ്റായി നിൽക്കുന്ന റണ്ണേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ബോഡി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലീനായിക്കാരം, അത് മാത്രമല്ല സ്കിന്നും ആയിരിക്കും. ആ ഒരു സ്പോർട്ടിൻ്റെ ബോഡി ടൈപ്പ് അങ്ങനെയാണ്. അതേസമയം എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് കുറച്ച് മസിലുള്ള ബോഡിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കാലം ഇത് രണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ മസിൽ ബിൽഡ് ചെയ്യുന്നു, ഇവിടെ മസിൽ ലോസ് ചെയ്യുന്നു, ആ ഒരു രീതിയിലല്ലേ. അപ്പോൾ ഞാനും എന്ത് ചെയ്തു, എനിക്ക് റണ്ണിങ് ഒഴിവാക്കണ്ട, പക്ഷെ ഇതിൽ തന്നെ എന്ത് ചെയ്യണം, മസിൽ ബിൽഡ് ചെയ്യണം. അങ്ങനെയാണ് സ്പ്രിൻറ്റിങ്ങിലേക്ക് വരുന്നത്. സ്പ്രിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ എലൈറ്റ് സ്പ്രിൻറ്റേഴ്സിൻ്റെ ബോഡിയൊക്കെ നോക്കുമ്പോൾ ഒക്കെ നല്ല അടിപൊളി അത്ലറ്റിക് ബോഡി, സെറ്റ് ബോഡി, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, സ്പീഡുണ്ട്, എല്ലാ ഫങ്ഷണൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിമ്മുക്കും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇറ്റ്സ് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്നു, കുറേ ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ എന്നാൽ സ്പ്രിൻറ്റിങ്ങിലേക്ക് മാറാം. അങ്ങനെയാണ് ഞാൻ ഒരു 3-4 മാസം ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ചെയ്തിട്ട് സ്പ്രിൻറ്റിങ്ങിലേക്ക് മാറുന്നത്. ആൻഡ് ആ ഒരു സെയിം അത്രയും ലോങ്ങിൽ ഡ്യൂറേഷനിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും ആ കുറച്ച് നേരം നമ്മൾ ഫുൾ എഫേർട്ട് ഇടുമ്പോൾ, ആൻഡ് ഈവൻ ഞാൻ ആ വർക്കൗട്ട് ചെയ്യുന്നത് മോർണിംഗിലാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ഫീല്, ആ ഒരു എന്താ പറയുക, ശ്വാസം കിട്ടാതെ നമ്മളെ ഗ്യാസ്പ് ചെയ്യണ ആ ഒരു ഫീല് നല്ല രസമാണ്. പിന്നെ സ്പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്.
സ്പീഡിൽ ഓടുക എന്നുള്ള സംഭവം ഒരിക്കലും സ്പ്രിൻറ്റിങ് അല്ല. സ്പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് പീരിയഡിൽ ഒരു എന്താ പറയുക ഒരു 10 to 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോഡിനെ നമ്മൾ അൾട്ടിമേറ്റ് ലെവലിലേക്ക് പുഷ് ചെയ്യാണ്. 90 to 100% എഫേർട്ട് ഇട്ടുകൊണ്ട് ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ ഓടുക. ഇറ്റ്സ് ലൈക്ക് ആൻ എക്സ്പ്ലോസീവ് ബേസ്റ്റ്. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അതാണ് സ്പ്രിൻറ്റിങ്. പക്ഷെ ഒരുപാട് ആൾക്കാരെ കൺഫ്യൂഷനാണ്. നല്ല സ്പീഡിൽ ഓടുമ്പോൾ അത് സ്പ്രിൻറ്റിങ് എന്നുള്ള രീതിയിലല്ല. രണ്ടിൻ്റെയും മെക്കാനിക്സ് വേറെയാണ്. ഞാൻ ഒരു ഇമേജ് കണ്ട് കാണിച്ചു തരാം. സ്പ്രിൻറ്റിങ്ങിൻ്റെ മെക്കാനിക്സ് വരിക ഫ്രണ്ടിലേക്കാണ് വരിക, ഫ്രണ്ട് മെക്കാനിക്സ് വരിക. അതൊന്നും കൂടി ഒരു ചാടി ചാടി പോകുന്ന ടൈപ്പ് ഒരു മൂവ്മെൻ്റ് ആണ്. പക്ഷെ അതേസമയം ലോങ് ഡിസ്റ്റൻസ് വരുമ്പോൾ അത് ബാക്ക് മെക്കാനിക്സ് ആണ് വരിക. അതായത് റണ്ണിങ്, നമ്മുടെ ബോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ബാക്കിക്ക് കാലിങ്ങനെ പോയിട്ട് ആ ഒരു ടൈപ്പ് ആയിരിക്കും. അത് കുറേ നേരം സസ്റ്റെയിൻ ചെയ്ത് പോകും. അവിടെ ഉപയോഗിക്കുന്നത് സ്ലോ ട്വിച്ച് മസിൽസ് ആണ്. അതേസമയം സ്പ്രിൻറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് ട്വിച്ച് മസിൽസ് ആണ്. പക്ഷേ സ്പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോണും അതേപോലെ നമ്മുടെ ടെസ്റ്റോസ്റ്ററോണും ഒക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നതോ അതുപോലെ തന്നെ ഫാറ്റ് ലൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊന്നും ചിലപ്പോൾ കുറേ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരുടെയും മനസ്സിൽ കുറേ നേരം നമ്മളൊരു ആക്ടിവിറ്റി ചെയ്താൽ ഫാറ്റ് ലൂസ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ഓഫ് കാർഡിയോ ചെയ്യണവരുണ്ടാവും. ബട്ട് ദ സ്പ്രിൻറ്റിങ് കുറച്ച് നേരമുള്ളൂ എന്നുണ്ടെങ്കിലും ലൈക്ക് ദ സെയിം ഇറ്റ് ഈസ് എഫക്റ്റീവ്. ഞാൻ കുറിച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്പ്രിൻറ്റിങ്ങിൽ മെയിനായിട്ട് ഞാൻ ചെയ്യൽ 100ഉം 200ഉം ആണ്. 100 മീറ്റർ ഏകദേശം ഒരു നോർമൽ ആളാണെങ്കിൽ ഒരു 14-15 സെക്കൻഡ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആളാണെങ്കിൽ ഒരു 12 സെക്കൻഡ് കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യും. എനിക്കിപ്പോൾ ഒരു 12 സെക്കൻഡൊക്കെ മതി. പക്ഷേ അതേസമയം ഒരു എലൈറ്റ് അത്ലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അണ്ടർ 10 സെക്കൻഡാണ് അവർ ഫിനിഷ് ചെയ്യുക. ഉസൈൻ ബോൾട്ട് കേട്ടില്ലേ, 9 പോയിൻറ്റ് സംതിങ്. ഇനി അതേപോലെ 200 മീറ്റേഴ്സ് വരുമ്പോൾ ഒരു നോർമൽ ആൾ ഒരു 30 സെക്കൻഡ് ആ കയറിയും വരിക. പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയാലും ഇപ്പം ഞാനൊക്കെ ഒരു 25.5 ആ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെയാണ് ഫിനിഷ് ചെയ്യുന്നത്. എലൈറ്റ് അത്ലറ്റ്സ് ഒക്കെ 19 പോയിൻറ്റ് സംതിങ് അതിലേക്കാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിൻറ്റിങ് പറഞ്ഞാൽ ഇത്ര ടൈമേ ഉണ്ടാവുള്ളൂ. അത്ര ടൈം നമ്മൾ ഫുൾ എഫേർട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളെ ബോഡി റിക്കവർ ആവണ വരെ നമ്മൾ റെസ്റ്റ് എടുക്കും. വീണ്ടും നമ്മൾ ചെയ്യും, വീണ്ടും റെസ്റ്റ് എടുക്കും, വീണ്ടും നമ്മൾ ചെയ്യും. അങ്ങനെ സംഭവമാണ്. ഷോർട്ട് എനർജി ബേസ്റ്റ് ഫോളോഡ് ബൈ കുറച്ച് ലോങ് റെസ്റ്റ്. അങ്ങനെ എഫേർട്ട് ഇടും, റെസ്റ്റ് എടുക്കും, എഫേർട്ട് ഇടും, റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ്. ലോങ് ഡിസ്റ്റൻസ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവല്ല. അപ്പോൾ എന്താണ് സ്പ്രിൻറ്റിങ് എന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒബ്വിയസ്ലി നമ്മുടെ ബോഡിനെ എന്നും പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടില്ലേ. അപ്പോൾ നമ്മളെ ടോപ്പ് എൻഡ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ സ്പ്രിൻറ്റ് ട്രെയിനിങ് കൺസിസ്റ്റൻ്റ്ലി ചെയ്യുമ്പോൾ നമ്മളെ ടോപ്പ് എൻഡ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും. അത് നിങ്ങൾ ഫുട്ബോൾ പ്ലെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സ്പ്രിൻറ്റിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ പറയുക, സ്ട്രെങ്ത്തും കൂടിയും ഫോക്കസ്ഡ് ആണ്. സ്ട്രെങ്ത്ത് പറഞ്ഞാൽ നമ്മുടെ പവർ ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. സ്പ്രിൻറ്റിങ്ങിൽ മെയിനായിട്ട് സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മളെ ഗ്രൗണ്ടിക്ക് എത്രത്തോളം ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആണ് അവിടെ ഒരു വിഷയം. അത്രയും സ്പീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇത് നിങ്ങളെ പവർ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഡുറൻസിൻ്റെ കേസിൽ വരുമ്പോൾ ഒരു സംഭവമാണ് ലാക്റ്റേറ്റ് ത്രെഷ് എന്നുള്ള സംഭവം. അപ്പോൾ ആ ഒരു ലാക്റ്റേറ്റ് ത്രെഷ് നമുക്ക് എൻഡുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ലാക്റ്റേറ്റ് ത്രെഷ് ലിമിറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും സ്പ്രിൻറ്റിങ് സഹായിക്കുന്നുണ്ട്. സ്പ്രിൻറ്റ് ട്രെയിനിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് HIIT വർക്കൗട്ട്. ഇത് ഞാൻ ആദ്യം ചെയ്തിരുന്നു 10 മിനിറ്റൊക്കെ. അതായത് ഞാൻ സ്റ്റഡീസിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ ബോഡിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈമുള്ളൂ വർക്കൗട്ടിന്. അപ്പോൾ ഞാൻ ആ ഒരു വർക്കൗട്ട്സാണ് ചെയ്തിരുന്നത്, HIIT വർക്കൗട്ട്സ്. സ്പ്രിൻറ്റിങ്ങിന് ആ ഒരു HIIT വർക്കൗട്ടിനേക്കാൾ 39% ഫാറ്റ് ബേൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഇൻ 61% ലെസ് ടൈം. അപ്പോൾ അത്രയും ടൈം എടുക്കൂല. HIIT വർക്കൗട്ട്സിൻ്റെ ടോട്ടൽ ടൈമിൻ്റെ ഒരു പോർഷൻ ടൈമിൽ അതിനേക്കാൾ കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മളെ നോർമൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ആളുണ്ടാവുമല്ലോ, അതിനൊക്കെ 90% ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഫാറ്റ് ബേൺ ചെയ്യുന്ന കേസിൽ. നമ്മുടെ സ്റ്റാമിനക്കും അതേപോലെ ലോഞ്ചിറ്റിവിറ്റിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ VO2 max എത്രയാണ്, VO2 max എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മൾ ആ ഒരു ബ്രീത്തിങ് എബിലിറ്റി, നമ്മളെ ലങ്സിൻ്റെ കപ്പാസിറ്റിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രിൻറ്റിങ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ VO2 maxും ലോഞ്ചിറ്റിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി തന്നെയാണ്, ബട്ട് ഫോർ ലെസ് പീരിയഡ് ഓഫ് ടൈം വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി. സ്പ്രിൻറ്റേഴ്സിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടിപൊളി നല്ല പവർഫുൾ ക്വാഡ്സ്, തൊട, അടിപൊളി മസിൽസ് ആയിക്കാരം, ലീൻ ആയിക്കാരം, അതുപോലെ ഗ്ലൂട്ട് മസിൽസ് ഉണ്ടല്ലോ. ഒരു ആർട്ടിഫിഷ്യൽ പരിപാടിയും വേണ്ട, അവർക്ക് നല്ല അടിപൊളി സെറ്റ് ഗ്ലൂട്ട് മസിൽസ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ബോഡിനെ മാത്രമല്ല
ഇത് നിങ്ങളെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കുന്നുണ്ട്, നിങ്ങളെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതറിയോ? സ്പ്രിൻറ്റിങ്ങിന് നിങ്ങളുടെ സ്ട്രെസ്സ്, അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ കുറക്കാൻ പറ്റും. BDNF എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. ഇതിനെ സ്പ്രിൻറ്റിങ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മെമ്മറി അതേപോലെ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സ്പ്രിൻറ്റിങ് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ നാച്ചുറലി ഒരു അടിപൊളി വഴിയാണ്. അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ആൻഡ് അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതും അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. അപ്പോൾ നമ്മളൊരു നോർമൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അത്ലറ്റ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ, സ്പ്രിൻറ്റ് ട്രെയിനിങ് എങ്ങനെ നമ്മളെ ഷെഡ്യൂൾക്ക് ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാനൊരു വീക്ക്ലി 3 to 4 ടൈംസ് ജിമ്മിൽ പോവുകയാണെങ്കിൽ ഒരു 2 ടൈംസ് എന്ത് ചെയ്യും, സ്പ്രിൻറ്റിങ്. അതുപോലെ സ്പ്രിൻറ്റിങ്ങും ഇനി വേണമെങ്കിൽ ഇടയിൽ ഒരു റെസ്റ്റ് ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ് വേണമെങ്കിൽ അത് പേഴ്സണൽ ചോയ്സാണ്. നാച്ചുറലി ടെസ്റ്റോസ്റ്ററോണൊക്കെ സ്പൈക്ക് ചെയ്യാനും അതുപോലെ ഗ്രോത്ത് ഹോർമോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു അടിപൊളി വർക്കൗട്ട് തന്നെയാണ് സ്പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ജിമ്മിൽ മാത്രം പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് മോർ, കുറച്ചുകൂടി ഫങ്ഷണൽ എക്സ്പ്ലോസീവ്നെസ്സും സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇതിലുണ്ടാവും, വർക്കൗട്ടിലുണ്ടാവും. It will be good for you. I think it is useful for you guys. See you in the next video.